ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യണം. ആ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എമർജൻസി ഫണ്ട് ബ്രേക്ക് ഈവൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കറക്റ്റ് മോണിറ്റർ ചെയ്യണം. കാരണം നമ്മൾ കറക്റ്റ് നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ മോണിറ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ, നമ്മുടെ ലീക്കേജുകൾ നമുക്കറിയാൻ പറ്റില്ല. കാരണം ബിസിനസ്സിൽ എക്സ്പെൻസും ലീക്കേജും പറഞ്ഞാൽ ചെതൽ പോലെ. ഈ ചെതലിൽ പ്രത്യേകം എന്താ വെച്ചാൽ കാണുമ്പോൾ ആ ബോർഡ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടോ, നമ്മൾ എല്ലാവരും നോക്കുമ്പോഴും ബിസിനസ്സും അങ്ങനെ തന്നെ ഇരിക്കും, വളരെ പ്രസന്നവതനായിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ബാക്കിലെ ബാക്ക് ബോൺ ആയിട്ടുള്ള അതിന്റെ സ്റ്റാൻഡ് ചെതലൊടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിരിക്കും പൊളിഞ്ഞു വരും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, ഒരു 1 ഇയർ നമുക്ക് ഓടാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പൊ ബ്രേക്ക് ഈവൻ വെച്ചിട്ട് മിനിമം സ്ട്രക്ചറിൽ ബ്രേക്ക് ഈവൻ വെച്ചിട്ട് 1 ഇയർ ഓടാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് ഉറപ്പായിട്ടും ടേക്ക് ഓഫ് ചെയ്യും. അതായത് റൺവേയിൽ ഓടാനുള്ള ഫ്യൂൽ ഇല്ലാതെ നമ്മൾ ടേക്ക് ഓഫിന് പോയി കഴിഞ്ഞാൽ ഒരു വിമാനം പൊന്തില്ല. അതാണ് എല്ലാ ബിസിനസ്സും. കാരണം 1-2 മാസം വെച്ചിട്ട് നമ്മൾ അതായത് എൻ്റെ ഒപ്പം പണ്ട് പറയും, ഒരു വായ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിന്ന് വെച്ച് കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ അതിനൊന്നും കിട്ടണില്ല, വിലക്കാൻ കുറച്ച് ടൈം എടുക്കില്ല. അതിന് മുമ്പേ അതിൻ്റെ എന്താ പറയുക ഇലയും തണ്ടൊക്കെ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ് കൊല കിട്ടൂല എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം അധിക ബിസിനസ്സുകാർക്കും സംഭവിക്കുന്നത് തുടങ്ങും, കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ക്യാഷ് ഫ്ലോന്ന് എടുത്തിട്ട് ഫണ്ട് എടുത്തിട്ട് പ്രോഫിറ്റായിട്ട് കൊണ്ടുപോകും. ആ ബിസിനസ് ആ റൺവേയിൽ തന്നെ നിൽക്കും, ടേക്ക് ഓഫ് ചെയ്യില്ല. ഡെഫിനറ്റ്ലി നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാം. ബിസിനസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറഞ്ഞില്ല, ടെൻഷൻ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാം.